അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എ സി ജനറേഷൻ, എങ്ങനെയാണ് എ സി ജനറേറ്റ് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പാരാമീറ്റേഴ്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ +1 +2 കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ എ സി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. എ സി ജനറേഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും പറഞ്ഞു വരുന്ന ഡി സി വോൾട്ടേജിനെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്, പറഞ്ഞ് പഠിച്ചുകൊണ്ടൊക്കെയായിരുന്നു. ഡി സി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്റ്റഡി ആയിട്ടുള്ള വോൾട്ടേജ്, യാതൊരു വേരിയേഷനും കാണില്ല. എപ്പം സ്വിച്ച് ഓൺ ചെയ്യുന്നു, ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ മുതൽ കോൺസ്റ്റന്റ് ആയിട്ട് പവർ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡയറക്ട് കറന്റ് അല്ലെങ്കിൽ ഡി സി വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ നമ്മുടെ 1980s ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഡി സി ആയിരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ടെസ്ല വന്നിട്ടാണ്, നമ്മുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ടെസ്ല വന്നിട്ടാണ് എ സി ജനറേറ്റ് ചെയ്ത് അതായിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു വാർ ഇവര് തമ്മിൽ ഒരു വാർ നടന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ എ സി ആണ് ഡി സി ആണ് ബെറ്റർ എന്ന് പറഞ്ഞു. പിന്നെ 80s അവസാനമൊക്കെ ആയപ്പോഴേക്കും അഗെയിൻ എ സിയുടെ ഒരു പ്രോമിനൻസ് പ്രൂവ് ചെയ്യുകയും ദെൻ നമ്മുടെ വേൾഡ് എ സിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി എ സി എന്ന് പറയുന്നത് എന്താ, ഡി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡിൽ ഒരു പവർ ജനറേറ്റ് ചെയ്ത്, ഐ മീൻ പവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നപ്പോൾ എ സി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്യും. അതായത് ഒരു പോസിറ്റീവ് റീജിയനും കാണും, ഒരു നെഗറ്റീവ് റീജിയനും കാണും. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സിനുസൈഡൽ ഷേപ്പുള്ള ഒരു സ്വിച്ച് ചെയ്യുന്ന ഒരു 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 എനർജി സോഴ്സ് ആയിട്ടാണ് നമ്മൾ എ സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അകത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ഹാർമോണിക്സോ അല്ലെങ്കിൽ പല കമ്പോണൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ കമ്പോണൻസുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിനുസോയിഡൽ ഒരു സൈൻ വേവ് അല്ലെങ്കിൽ സൈൻ വേവിന്റെ നേച്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡി സിനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എ സിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. പ്രധാനമായിട്ട് ട്രാൻസ്മിഷന്റെ കേസ് ഒക്കെ വരുമ്പോഴേക്കും ഈ കൺവേർഷൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഹൈ വോൾട്ടേജ് നമുക്ക് എപ്പോഴും ട്രാൻസ്മിഷൻ എന്ന് പറയും. ട്രാൻസ്മിഷൻ എന്താണ്, നമ്മളെ ജനറേറ്റ് ചെയ്തതിൽ നിന്ന് നമ്മുടെ സപ്പോസ് നമ്മൾ ഇടുക്കിയിൽ ജനറേറ്റ് ചെയ്തിട്ട് എന്റെ വീടിരിക്കുന്ന സ്ഥലത്തിലേക്ക് ആ ഒരു ജനറേറ്റ് ചെയ്ത വോൾട്ടേജിനെ എത്തിക്കുന്നതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എന്റെ വീടിന് തൊട്ടടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമറിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് എത്തുന്നതിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ട്രാൻസ്മിഷനിൽ എപ്പോഴും ഹൈ വോൾട്ടേജിൽ ഒരു 33 kV, 66 kV, 132 kV, 440 kV എന്നൊക്കെ പറയുന്ന ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും എഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു 11 നമ്മളെപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന 11 kV, അത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എന്താണ് ജനറേറ്റ് പവർ പ്ലാന്റുകളിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്, 11 kV നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 11 kV നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 33 kV, 66 kV, 132 kV, അത് ആ റേഞ്ച് അനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് 33 ആണോ 66 ആണോ എന്നൊക്കെ നമ്മൾ ആ റേഞ്ച് അനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസിഷന് വേണ്ടി, ഐ മീൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി എപ്പോഴും എ സിക്കായിരിക്കും നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മൾ എ സി തന്നെ നമുക്ക് ഒരു 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 ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡി സി യൂസ് ചെയ്യുന്നുണ്ട്, HVDC എന്നൊക്കെ പറഞ്ഞ ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡി സി യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. ഈ പറയുന്ന ലോസസ് ഒക്കെ മറ്റേ കൊറോണ പോലുള്ള അല്ലെങ്കിൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ബെനിഫിറ്റ് വരുന്നുണ്ട്. പക്ഷെ രണ്ട് എൻഡിലും, ട്രാൻസ്മിഷന്റെ സ്റ്റാർട്ടിങ് എൻഡിലും ട്രാൻസ്മിഷന്റെ റിസീവിങ് എൻഡിലും ഈ ഡി സിനെ എ സി ആക്കാനുള്ള അല്ലെങ്കിൽ എ സിനെ ഡി സി ആക്കാനുള്ള കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും HVDC. അതുകൊണ്ട് തന്നെ ഹൈ റേഞ്ച് ഉള്ള ഒരു വളരെ കിലോമീറ്റേഴ്സ് കൂടുതലുള്ള കണ്ടീഷൻസിൽ HVDC യൂസ് ചെയ്താലായിരിക്കും ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവുക. നേരെ മറിച്ച് ഹൈ ആണെങ്കിലും ശരി, ലോ റീജിയനിലാണെങ്കിലും ശരി, എ സി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഈ എ സി എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൽ പറയുണ്ടായി ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ് EMFനെ പറ്റി പറഞ്ഞു, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് EMFനെ പറ്റിയും പറയുണ്ടായി അല്ലെ. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് EMF എന്തായിരുന്നു, കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് EMF എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഡൈനാമിക്കലി ഇൻഡ്യൂസ് EMF നമുക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ കറന്റ്ലി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ് EMF എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ എങ്ങനെയാണ് EMF ജനറേറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ആണ്, നിങ്ങളെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കത് പടത്തിനേക്കാളും കുറച്ച് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു.
അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അതിനു മുമ്പ് പറയാം, ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ആ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു ഫ്ലെക്സ് മാഗ്നറ്റിക് ലൈൻസ് പോകുന്നുണ്ട്. ആ ഫ്ലെക്സിന്റെ ഈ വൈറ്റ് റീജിയനിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി ഫ്ലെക്സിനെ കണ്ടക്ടിങ് നേച്ചർ ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ നടുക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഒരു മാഗ്നറ്റിക് രണ്ട് മാഗ്നറ്റിക് പോൾസ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും, ഒരു ഫ്ലെക്സ് ലൈൻസ് ഉണ്ട്, ദെൻ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടർ ആണ് നമ്മൾ ഈ ഫ്ലെക്സിന്റെ റീജിയനിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. അപ്പൊ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമുക്ക് മാഗ്നറ്റിക് ഫ്ലെക്സിനെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ചാൽ EMF എങ്ങനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ d∅dt എന്നൊക്കെ പറയുന്നത് കോൺസെപ്റ്റുമായിട്ട് ക്ലബ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഈ ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവും തോന്നുന്നു. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സ് ഫൈ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഇൻ ടേംസ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി. എനിക്കൊന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി, അതായത് ഈ റീജിയണിലുള്ള ഫ്ലെക്സിന്റെ ഡെൻസിറ്റി, അതിന്റെ ടേമിലും എ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ഏരിയയാണ് നമ്മൾ എ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദെൻ കോസ് തീറ്റ എന്ന് വിളിക്കുന്നത്, ഈ കോസ് തീറ്റയിൽ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വെക്ടർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വെക്ടറും ഈ മാഗ്നറ്റിക് ലൈൻസും തമ്മിലുള്ള ആംഗിൾ നോക്കുക. ഈ മാഗ്നറ്റിക് ലൈൻസും ഈ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ in terms of magnetic flux density, in terms of area and the cos of the angle between flux and perpendicular vector, നമുക്ക് മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലുള്ള ഫ്ലെക്സിനെ നമ്മൾ ഒരു സർട്ടൺ പാരാമീറ്റേഴ്സ് വെച്ച് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. 3 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് ഈ റീജിയനിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി. 2 ഈ കണ്ടക്ടറിന്റെ ഏരിയ. ദെൻ ഈ ഒരു കണ്ടക്ടറിന്റെ പെർപെൻഡിക്കുലർ വെക്ടറും ഫ്ലക്സ് ലൈൻസും തമ്മിലുള്ള ആംഗിൾ. ഈ 3 പാരാമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈ ഈസ് ഈക്വൽ ടു പി ക്രോസ് എ ക്രോസ് കോസ് തീറ്റ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ബി ക്രോസ് എ ക്രോസ് കോസ് തീറ്റ ആണ് നമ്മുടെ ഈ ഒരു കണ്ടീഷനുള്ള ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. വീഡിയോ നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇത് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത്. വെക്ടർ ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസും ഈ ഒരു വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ മാഗ്നറ്റിക് ലൈൻസും ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഈ വെക്ടർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പൊ ബി ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ, തീറ്റയ്ക്ക് ഞാൻ 90 കൊടുക്കുകയാണ്. കോസ് 90 എത്രയാണ്? കോസ് 90 എന്ന് വിളിക്കുമ്പോൾ 0 ആണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷനിൽ, അതായത് ഇതാണ് ഫ്ലെക്സ് എന്ന് വിചാരിക്കുക. ഫ്ലെക്സിന് പാരലൽ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽ ഇരിക്കുകയാണെങ്കിൽ, കണ്ടക്ടർ ഇരിക്കുകയാണെങ്കിൽ, അവിടെ ഫ്ലെക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആ 0 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ വെക്ടറും മാഗ്നറ്റിക് ഫ്ലെക്സും തമ്മിൽ 90 ഡിഗ്രി ഉണ്ട്. ആ 90 കോസ് 90 എടുക്കുമ്പോഴേക്ക് 0 ആയി പോകും. സോ ആ ഒരു സമയത്ത് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത് 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. എഗെയിൻ ഞാൻ ആ ഒരു കണ്ടക്ടറിനെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഒരു മെത്തേഡ് വെച്ചിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ കണ്ടക്ടറിന്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും വരിക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ നോക്കാം. ആ പെർപെൻഡിക്കുലർ വെക്ടറും ഫ്ലക്സ് ലൈൻസും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 0 ആംഗിളിലെ രണ്ടും പാരലൽ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. ലൈൻസ് ഇങ്ങനെ പോകുന്നു, ലൈൻസിന് പാരലൽ ആയിട്ട് തന്നെയാണ് വെക്ടർ ഇരിക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് തീറ്റ വിൽ ബി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. ദാറ്റ് മീൻസ് കോസ് 0 എന്ന് പറയുന്നത് 1. ദാറ്റ് മീൻസ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അതായത് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നത് ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമുക്ക് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എവിടെയാണ് മിനിമം ഫ്ലക്സ് ലിങ്കേജ് എന്നും എവിടെയാണ് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാക്കി വെക്കുക. മേ ബി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു AC ജനറേറ്ററിൽ നമ്മുടെ കോയിൽ എന്ന് പറയുന്നത് ഫ്ലക്സിന് പാരലൽ ആയിട്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്ലക്സ് ലിങ്കേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ കോയിൽ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് എന്താണെന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. കോസിന്റെ വാല്യൂ അവിടെ വേരി ചെയ്യുന്നുണ്ട്.
പാരലൽ ആയിട്ടാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും കണ്ടക്ടറും പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. ദെൻ ഫ്ലക്സും കണ്ടക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെ മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് ആയിരിക്കും ഉണ്ടാകുക. സോ നമുക്ക് രണ്ട് കണ്ടീഷനിലും ഫ്ലക്സ് എന്ന് പറയുന്ന ഫൈ എന്ന് പറയുന്ന വാല്യൂസ് കിട്ടി. ഒരു മിനിമം ലിങ്കേജും കിട്ടി, മാക്സിമം ലിങ്കേജും കിട്ടി. എന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്താ? EMF ഇൻഡ്യൂസ് എന്ന് പറയുന്നത് എന്താ? dφ/dt ആണ്. ഈ ഒരു ഫ്ലക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു EMF ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചു വെച്ചത്. അല്ലെ, മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചെന്താ? ഇൻഡ്യൂസ് EMF ഇസ് ഈക്വൽ ടു dφ/dt ആണ്. നമുക്കിപ്പോ ഫൈ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോ കണ്ടീഷനിലും നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മുടെ ഫ്ലക്സിനെ ഡെറിവേറ്റ് ചെയ്യണം, സെക്കൻഡ് കണ്ടീഷനിൽ ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഓരോ കണ്ടീഷനിൽ എത്രയാണ് EMF ജനറേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കണ്ടീഷനിന്റെ ഫൈനെ ഞാൻ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ കിട്ടും, അല്ലെ? അപ്പൊ ഞാൻ ആ ഫ്ലക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്ലക്സിന്റെ ഒരു ചേഞ്ച് dφ/dt ആണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു A × B ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ആ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ എത്രയാണ് ഈ ഒരു കണ്ടീഷനിൽ? തീറ്റ എത്രയാ? 0 ആണ് ഈ ഒരു കണ്ടീഷനിൽ തീറ്റ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സൈൻ 0 എന്ന് പറയുന്നത് സൈൻ വേവിന്റെ 0 പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് 0 ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു 0. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഫ്ലക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ വാല്യൂ എന്തായിരുന്നു? B × A × cos θ ആയിരുന്നു. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ dφ/dt ആണ്, അല്ലെ? അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് A × B × sin θ ആണ്. ഓക്കെ, ആ സൈൻ തീറ്റയിൽ തീറ്റയുടെ വാല്യൂ എന്താ? 0 ആണ് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത്. സൈൻ 0 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു കണ്ടീഷനിൽ ഇത് ഫ്ലക്സ് ആണെങ്കിൽ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കണ്ടക്ടർ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ എഗെയിൻ ഈ ഒരു കണ്ടക്ടർ ഞാൻ എഗെയിൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സ്വാഭാവികമായിട്ടും 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും വരിക. നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന പൊസിഷൻ ഇതാണ്. നമ്മളിപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്ന പൊസിഷൻ വീഡിയോ നോക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ ഇരിക്കുകയാണ്. ദെൻ ആ ഒരു കണ്ടക്ടർ പയ്യെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഗാൽവനോമീറ്റർ ഇവിടെ നോക്കുക. ഒരു മിനിറ്റ്, കാൽവൻ പറയട്ടെ. നമ്മൾ ഈ കോയിലിനെ നമ്മൾ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രഷസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നേരെ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഗാൽവനോമീറ്റർ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഗാൽവനോമീറ്റർ? ഒരു EMF-നെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു EMF-നെ ഒരു വോൾട്ടേജ് മെഷറിംഗ് യൂണിറ്റ് ആണ്. നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഈ ഗാൽവനോമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു EMF-നെ അല്ലെങ്കിൽ വോൾട്ടേജിനെ സെൻസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെർപെൻഡിക്കുലർ പൊസിഷനിൽ നിന്ന് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. പയ്യെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഗാൽവനോമീറ്ററിലെ നീഡിൽ മൂവ് ചെയ്യുന്നു നോക്കുക. കാരണം ഈ നീഡിൽ മൂവ് ചെയ്യാൻ കാരണം എന്താ? ആ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ തീറ്റ എന്ന് പറയുന്ന വാല്യൂ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് സ്ലൈറ്റ്ലി വേരി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ തീറ്റയുടെ കാര്യം മാറ്റി വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സപ്പോസ് ഇത് ഫ്ലക്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പം ഈ ഒരു കണ്ടക്ടറിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിട്ടിരുന്ന കണ്ടക്ടറിന് ഒരു മൂവ്മെന്റ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സിബിഷൻ കാരണം നമ്മുടെ കോയിലില് ഒരു EMF ജനറേറ്റ് ചെയ്യും ഡ്യൂ ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോ ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും അപ് ടു 90. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ 0 മുതൽ 90 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്ത് വന്നു. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ മാക്സിമം വോൾട്ടേജിൽ നമ്മുടെ ഗാൽവനോമീറ്റർ സെൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ 0 ഗാൽവനോമീറ്ററിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. 0-ൽ നിന്ന് മാക്സിമം പോസിറ്റീവ് വാല്യൂ വരെ എത്തി. ദെൻ എഗെയിൻ എന്താ സംഭവിക്കുന്നത്? എഗെയിൻ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. എഗെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ 90-ൽ നിന്ന് കുറഞ്ഞ് വീണ്ടും പെർപെൻഡിക്കുലർ ആവുകയല്ലേ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എഗെയിൻ അവിടെ ഫ്ലക്സ് ലിങ്കേജ് 0 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഗാൽവനോമീറ്റർ നോക്കുക. അപ്പൊ എഗെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എഗെയിൻ 0 എന്ന് പറയുന്ന വാല്യൂലോട്ടാണ് എത്തുന്നത്. സോ
ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന്, അതായത് ഈ ഒരു ടോപ്പ് പൊസിഷനിൽ നിന്ന് 0 to 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, അഗെയിൻ 90 to 0 ഡിഗ്രിയിലോട്ട് വരുന്നു. അതായത് ഒരു 0 വാല്യൂവിൽ നിന്ന് ഒരു പീക്ക് വാല്യൂയിലോട്ട് എത്തി, ആ പീക്ക് വാല്യൂവിൽ നിന്ന് അഗെയിൻ 0 വാല്യൂയിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഹാഫ് സൈക്കിൾ നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അഗെയിൻ ഞാൻ ആ ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഇവിടെ നോക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ മുമ്പ് ഒരു ചെറിയൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്തേക്കാം. നമ്മൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം, കാരണം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് EMF ജനറേറ്റ് ചെയ്യുന്നതിന്റെ പ്രോപ്പർ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഒരു റൂൾ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്ന റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ജനറേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു AC ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. ഒരു മോട്ടറിങ് ആക്ഷൻ ആണെങ്കിൽ, നമ്മളിപ്പം ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വീട്ടിലെ മിക്സി ഇല്ലേ, അപ്പൊ ആ മിക്സിയുടെ റൊട്ടേഷൻ കണ്ടെത്താൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. സോ ജനറേറ്ററിനാണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും, മോട്ടർ ആണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. ഇത് പല ഇലക്ട്രിക്കലിന് പല എക്സാംസിലും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഏതൊക്കെയാണ്. അപ്പോൾ ഒരു ജനറേറ്റർ കേസിൽ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. മോട്ടർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഫിഗർ നോക്കുക. നമ്മളിത് 90 ഡിഗ്രി ഇങ്ങനെ പിടിക്കുക, കാണാമെന്ന് തോന്നുന്നു. ഒരു 90 ഡിഗ്രി, 3 വിരൽ 90 ഡിഗ്രി ആയിട്ട് പിടിക്കുക. തമ്പുണ്ട്, ഇത് ചൂണ്ടുവിരലുണ്ട്, മിഡിൽ ഫിഗറും ഉണ്ട്. ഓക്കെ, 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ തമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറുടെ മോഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഈ ഒരു ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ജനറേറ്റഡ് EMF വരുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് മോഷൻ, ഇത് ഫീൽഡ്, ആൻഡ് ദിസ് വൺ വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. മനസ്സിലാക്കി വെക്കുക, പേര് മാത്രം മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ വിരൽ ഏതാണെന്ന് അത്രയും എങ്ങനെ ചോദിക്കില്ല. സപ്പോസ് ഒരു ചോദ്യം വരെയാണ്, ഒരു ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ജനറേറ്റഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ കറണ്ട് എത്തി. അഗെയിൻ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അഗെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരെ ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരുന്നല്ലോ, പക്ഷെ ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് ഫ്ലെക്സിന്റെ നേരത്തെ ഈ ഒരു സൗത്ത് പോളിന്റെ സൈഡിലായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത ഈ കണ്ടക്ടർ റീജിയൻ ഇരുന്നത്. നേരെ മറിച്ച് ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴേക്ക് നേരെ നോർത്ത് പോളിന്റെ സൈഡ്, നോർത്ത് പോളിന്റെ റീജിയനിലെ ഫ്ലെക്സ് ആയിട്ടാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. ദാറ്റ് മീൻസ് ആ ഒരു ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ അത് ഒരു സൗത്ത് പോളിന്റെ റെഫറൻസിലായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പൊ വരുമ്പോൾ നോർത്ത് പോളിന്റെ റെഫറൻസിലാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കറന്റ്ലി എത്രയാണ് ആംഗിൾ വരുന്നത്? 0 ഡിഗ്രിയിൽ ഇരിക്കുകയാണ്. എഗെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? എഗെയിൻ 90 ഡിഗ്രിയിലോട്ട് നമ്മൾ 0 ഇൻക്രിമെന്റ് ചെയ്യാണ്. അപ്പൊ ഗാൽവനോമീറ്റർ നോക്കുക, 0-ൽ നിന്ന് ഒരു നെഗറ്റീവ് പീക്കിലേക്ക് എത്തി. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് പീക്കിൽ നിന്ന് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് 0 പോയിന്റിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഒരു 360 ഡിഗ്രിയുടെ ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ അവിടെ എക്സിബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യം 0 പോയിന്റിൽ നിന്ന് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം പീക്കിലെത്തി. ദെൻ ആ മാക്സിമം പീക്കിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു 0 പോയിന്റിലേക്ക് എത്തി. ദെൻ ആ 0 പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു നെഗറ്റീവ് പീക്കിലേക്ക് എത്തി. ആ നെഗറ്റീവ് പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് അഗൈൻ 0 പോയിന്റിലോട്ട് എത്തി. സോ ഒരു 1 സൈക്കിൾ ആണ് നമുക്ക് ഒരൊറ്റ റൊട്ടേഷൻ 360 ഡിഗ്രി കൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നോക്കുക, വീഡിയോയുടെ പോയിന്റ് നോക്കട്ടെ. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു 1 കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഈ ഒരു പൊസിഷൻ നോക്കുക. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് സിനുസോയ്ഡൽ വേവിന്റെ റീജിയനിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു പോസിറ്റീവ് പീക്കിലേക്ക് എത്തി. ദെൻ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് പീക്കിൽ നിന്ന് 0-യിലോട്ട് വരുന്നു. ആ 0-യിൽ നിന്ന് അങ്ങനെ അതിപ്പോ ആ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു സിനുസോയ്ഡൽ വേവ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഫ്ലെക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന B × A cos θ. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, A എന്ന് പറയുന്നത് നമ്മുടെ കോയിലിന്റെ കണ്ടക്ടറിന്റെ ഏരിയ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആ കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന വെക്ടറും ഫ്ലക്സും തമ്മിലുള്ള ആംഗിളിനെയാണ് തീറ്റ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ BA cos θ ആണ് നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നതാണ് BA sin θ എന്ന് കിട്ടും. ദെൻ ആ ഒരു BA sin θ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക്
EMF മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ AC എന്ന് പറയുന്ന കറണ്ട് ഐ മീൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് നമുക്കൊന്ന് മാത്തമാറ്റിക്കലി എഴുതുകയാണെങ്കിൽ V is equal to VM sin omega t എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഈ ഒരു വോൾട്ടേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ V എന്താണ് VM എന്താണെന്നൊക്കെ നമുക്ക് പറയാം. V എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് നമ്മൾ ഈ വിനെ വിളിക്കും. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? ആ പേര് തന്നെയുണ്ട്. ഒരു ഇൻസ്റ്റന്റില് വോൾട്ടേജിന്റെ വാല്യൂ. ഇപ്പോൾ സപ്പോസ് ഒരു 0 to 10 സെക്കൻഡ് വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുമ്പോൾ മേ ബി ഒരു സെക്കൻഡ് T is equal to 2 ഉള്ളപ്പോൾ ഉള്ള വാല്യൂ, അല്ലെങ്കിൽ T is equal to 5 സെക്കൻഡ് ഉള്ളപ്പോൾ ഉള്ള വാല്യൂ, ഒരു ഇൻസ്റ്റന്റിലെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. സോ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VM sin omega t. VM എന്താണ്? മാക്സിമം വോൾട്ടേജിനാണ് നമ്മൾ VM എന്ന് വിളിക്കുന്നത്. അപ്പൊ VM sin omega t. സപ്പോസ് ഒരു 45 ഡിഗ്രി കറങ്ങി വരുന്നതാണെങ്കിൽ എന്തായിരിക്കും? പകുതിയായിരിക്കും വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു സൈൻ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് VM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിനുസോഡൽ വേവ് വരയ്ക്കുമ്പോൾ ഒരു സിനുസോഡൽ വേവ്. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റിലെ വാല്യൂ ആയിരിക്കും നമ്മുടെ പീക്ക് വാല്യൂ VM എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, പീക്ക് വാല്യൂ ദാറ്റ് മീൻസ് V ഇൻസ്റ്റന്റേനിയസ് ഇസ് ഈക്വൽ ടു VM. അതായത് ഈ ഒരു വാല്യൂ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന 1 ആവുന്ന കണ്ടീഷനിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഇസ് ഈക്വൽ ടു പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ദെൻ ഈ തീറ്റയുടെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കൊരു 0.5 അല്ലെങ്കിൽ പകുതി വാല്യൂയോ അല്ലെങ്കിൽ 70%ഓ അല്ലെങ്കിൽ 63% എന്നൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഇൻ സൈൻ ഒമേഗ ടി. സിമിലർ കൈൻഡ് ഓഫ് തിങ് തന്നെയാണ് കറണ്ടിന്റെ കേസിന് വരുന്നത്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഈസ് ഈക്വൽ ടു മാക്സിമം കറണ്ട് ഇൻ സൈൻ ഒമേഗ ടി. സപ്പോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടെത്തുമെന്ന് പറയാണ്. നിങ്ങൾക്ക് ഇപ്പൊ മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്, ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ദെൻ ടൈം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? മാക്സിമം പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കിപ്പോ VMനെ നമ്മൾ മാക്സിമം വോൾട്ടേജ് എന്ന് പറയും, പീക്ക് വോൾട്ടേജ് എന്ന് പറയും കേട്ടോ. എല്ലാം അൾട്ടിമേറ്റ്ലി സെയിം തന്നെ. കാരണം പീക്ക് വോൾട്ടേജ് എന്ന് വെച്ചാൽ ആ ഒരു വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പിന്നെ ടൈം പീരീഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ ഇത്ര തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടെത്താൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്യും? ഓക്കെ, VM തന്നിട്ടുണ്ട്, VM ഇൻറ്റു സൈൻ ഒമേഗ ടി. ഒമേഗ എന്താ? 2πf ആണ്. അപ്പോൾ സൈൻ 2πft VM സൈൻ 2πft ഡിവൈഡഡ് ബൈ സപ്പോസ് 6 കൂടെ തന്നിട്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടെന്ന് വിചാരിക്കുക. ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോഴേക്കും നമുക്ക് കറണ്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ഇവിടെ കിട്ടും. സോ ബേസിക് ആയിട്ടുള്ള ഓംസ് ലോഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് V കണ്ടുപിടിക്കാം, I കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ലോഡിന്റെ വാല്യൂ കണ്ടെത്താം. ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക ഇതാണെന്ന്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഇൻറ്റു സൈൻ ഒമേഗ ടി.